നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുമ്പോൾ അയില മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും ശ്യാമും കൂടെ അയില മേടിക്കാൻ പോയി. അങ്ങനെ അയില മേടിച്ച് പുണ്ണി കൈ പിടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതാണ് എൻ്റെ പുണ്ണി. അങ്ങനെ ഞാനും ശ്യാമും കൂടെ പോയി. കാക്കുവിൻ്റെ ജീവനാന്ന് പറയും. വീട്ടിലൊക്കെ കയറി നീ നാറിയല്ലടാ, നീ നാറിയാണ്, ലോക നാറിയാണ് നീ എന്ന് പറയും. അതിനുശേഷം ഞാനന്ന് വെറുതെ കിടക്കുക കഴിഞ്ഞാൽ നിങ്ങൾ കിടക്കുകയാണോ എന്ന് ചോദിക്കും. സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ വന്ന് നോക്കും. എന്നിട്ട് ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ കാക്കുനെയൊന്നും ചെയ്യുന്നില്ല എന്ന്. ഇപ്പം ഞാൻ 2 പൈപ്പ് മേടിച്ചപ്പോൾ തന്നെ കാറെന്ന് പറയാത്തതൊന്നുമില്ല. ചെമ്മീൻ, മുരിങ്ങയ്ക്ക, തക്കാളി, മാങ്ങ എല്ലാം കൂടി ഇട്ട് തേങ്ങ അരച്ച കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിന്നിവിടെ ചെമ്മീൻ തേങ്ങ അരച്ച കറിയാണ് വയ്ക്കും. ചെമ്മീൻ, മാങ്ങ ഒക്കെ ഇട്ട കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വലിയ ജീരകം, കുറച്ച് ഉലുവ, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഞാൻ മാങ്ങ ഇട്ടിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ കുറച്ച് പുളി ഒഴിക്കാം. ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട്, പുളിപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട്. അതിനിടയിൽ തിരക്കുകൊണ്ട് ബാക്കി ഷൂട്ട് ചെയ്യാനൊക്കെ മറന്നു കേട്ടോ. കുറച്ച് എണ്ണയും കുറച്ച് മുരിങ്ങയിലയും കുറച്ച് കടുകും ഉലുവയൊക്കെ ഇട്ട് തൂമ്പിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ അയലക്കറി റെഡിയാക്കുന്നുണ്ട്. അയല മുളകിട്ട കറി, പിന്നെ പത്തിരിയും അയല മുളകിട്ട കറിയും ചെമ്മീനും മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ട തേങ്ങ അരച്ച കറിയാണ് പത്തിരിക്ക് കഴിക്കാൻ കറി കേട്ടോ. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ. പിന്നെ എന്താണ് കൂട്ടുകാരെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ? ഞാൻ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ എണ്ണക്കടികളൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ എണ്ണക്കടികളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും കഴിക്കാനാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ കടികളോ അല്ലെങ്കിൽ മറ്റേ ചോറ് കറി അങ്ങനെയൊക്കെ സിമ്പിളായ രീതിയിൽ എനിക്ക് കഴിക്കാനാണ് ഇഷ്ടം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പാവം എന്നെ പോലുള്ളവരെ സഹായിക്കുക. ഓക്കെ. നോമ്പൊക്കെ തുറന്ന ശേഷം നമ്മൾ നേരെ ജ്യൂസ് കുടിക്കാനൊക്കെ പോകും. നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒരു കറക്കം ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയി. ഒരുപാട് സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ കുടുക്കേൻ്റെ നറുന്നണ്ടി സർവത്തിൻ്റെ അടുത്തെത്തി. അവസാനം പിന്നെ അവിടെ നിന്നൊരു അടുത്ത് സ്പെഷ്യലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നറുന്നണ്ടി സർവത്തൊക്കെ ഓർഡറാക്കി. അപ്പോൾ പിള്ളേർക്കത് ഇഷ്ടമായി, പിള്ളേരത് കുടിച്ചു. ഞാനൊരു സോഡ സർവത്തും കുടിച്ചു. അപ്പോൾ